Good morning, students. We are discussing about industrial cooperative societies. Last day we discussed about two types of industrial cooperative society. There are mainly two types of industrial cooperative societies. Firstly, industrial cooperative societies undertaking the production of goods, and the industrial cooperative societies undertaking the supply of services and production requisites to members and marketing of the goods produced by them. ഇങ്ങനെ ബേസിക്കലി ഇങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷനാണ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഉള്ളത്. ഇതുകൂടാതെ RBI ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു രീതിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് വ്യൂവേഴ്സ് കോപ്പറേറ്റീവ്സ്, സ്പിന്നിങ് മിൽസ്, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് അതർ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 5 തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ RBI പറയുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൈൻഡ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് പറയുമ്പം എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. What are the main objectives of industrial cooperative societies? Firstly, provide employment opportunity. ഏത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെയും ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അവിടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാകുമ്പം അതിൽ മെമ്പേഴ്സിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും അല്ലേ. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതിലുപരിയായിട്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളതിലുപരിയായിട്ട് ഇവിടെ പ്രൊഡക്ഷൻ അഥവാ മാനുഫാക്ചറിങ് എന്നുള്ളൊരു പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പം അത്തരത്തിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് സൊസൈറ്റീസിലുള്ള വീക്കർ സെക്ഷനിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മെമ്പേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് ബേസിക്കലി അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. അടുത്തതായിട്ട് സ്കിൽഡ് വർക്കേഴ്സ് ആർ സേവ്ഡ് ഫ്രം ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഇൻ ദി ഇൻഡസ്ട്രീസ്. അതായത് വലിയ വലിയ ഇൻഡസ്ട്രീസിലൊക്കെ സാധാരണയായിട്ട് ഈ സ്കിൽഡ് ലേബേഴ്സിനെയൊക്കെ എന്ത് ചെയ്യും, മാക്സിമം അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലാണ് അല്ലേ. അപ്പോൾ അവരുടെ മാക്സിമം എഫേർട്ട്, അവരുടെ സ്കില്ലൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് വളരെ തുച്ഛമായിട്ടുള്ള വേതനം, വളരെ മിനിമം വേജസ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് വർക്കേഴ്സിനെ, ലേബേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റീവ് കൂടി ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനുണ്ട്. അടുത്തതായി ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. സ്മോൾ സ്കെയിൽ അഥവാ കോട്ടേജ് ഇൻഡസ്ട്രീസ് ഇതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരെ പ്രൊമോട്ട് ചെയ്യുക, ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് മറ്റൊരു പർപ്പസ്. അതുപോലെ ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ബൈ അവോയ്ഡിങ് സ്ട്രൈക്സ് ആൻഡ് ലോക്കൗട്ട്സ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മെമ്പേഴ്സ് തന്നെ ഓൺ ചെയ്യുന്നു അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റി എന്ന് പറയുമ്പം അവിടെ സാധാരണഗതിയിൽ സ്ട്രൈക്കും ലോക്കൗട്ട്സും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതെന്ത് ചെയ്യും, പ്രൊഡക്ഷനിൽ അവർക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് സോ ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ അത് മറ്റൊരു ഒബ്ജക്റ്റീവാണ്. അതുപോലെ ടു എസ്റ്റാബ്ലിഷ് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. ലേബേഴ്സ് എന്ന് പറയുന്നത് പലപ്പോഴും ആരാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ മെമ്പേഴ്സ് തന്നെ ആയിരിക്കും. സോ അവർക്ക് മാനേജ്മെൻറ്റ് കാര്യങ്ങളിലും അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് തലങ്ങളിലും അവർക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും. അപ്പം അത്തരത്തിലുള്ള ഒരു ലേബർ പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ് തലങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. അടുത്തത് സ്റ്റാർട്ടിങ് ഇൻഡസ്ട്രീസ് ഇൻ ബാക്ക്വേർഡ് റീജിയൻസ്. പിന്നോക്കം നിൽക്കുന്ന മേഖലകളിലൊക്കെ പുതിയ ഇൻഡസ്ട്രീസ്, ചെറുകിട സംരംഭങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വരിക, പുതുതായിട്ട് തുടങ്ങുക എന്നുള്ളത് ഒരു ഒബ്ജക്റ്റീവാണ്. അതുപോലെ അപ്ലിഫ്റ്റ് ദി വീക്കർ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി ബൈ പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ്. അപ്പം നേരത്തെ ഫസ്റ്റ് നമ്മൾ ആദ്യമേ പറഞ്ഞ പോയിൻ്റാണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുമ്പോൾ ആളുകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടുമ്പോൾ അവർക്ക് വരുമാനം ഉണ്ടാവുന്നതിലൂടെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അവരുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ മാറ്റങ്ങൾ വരും. അപ്പം അങ്ങനെ സൊസൈറ്റിയിലെ വീക്കർ സെക്ഷൻസിന് ഉള്ള ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിലൂടെ അവരുടെ ഉന്നമനം എന്നുള്ളതും അതിൻ്റെ ഒരു ലക്ഷ്യമാണ്. അടുത്തതായിട്ട് what are the advantages of industrial cooperatives? Firstly, it helps the workers to purchase the raw materials, equipment and tools at cheaper rates. അപ്പം ഈ ഒരു സൊസൈറ്റി ഫോം ചെയ്യുന്നതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റി വഴി വളരെ ചീപ്പസ്റ്റ് റേറ്റിൽ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസും എക്യുപ്മെൻറ്റ്സും ടൂൾസും ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് പല ഓർഗനൈസേഷനും അല്ലെങ്കിൽ അതോറിറ്റീസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് സബ്സിഡി റേറ്റിലൊക്കെ സാധനങ്ങൾ, എക്യുപ്മെൻറ്റ്സും മെറ്റീരിയൽസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദി വർക്കേഴ്സ് ഇൻ മാർക്കറ്റിംഗ് ദെയർ പ്രോഡക്ട്സ്. അപ്പോൾ ഈ ഒരു ലേബേഴ്സിന് അഥവാ മെമ്പേഴ്സിന് അവരുടെ പ്രോഡക്ട്സ് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് ദി നെസസറി മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് പ്രൊട്ടക്ഷൻ ഫോർ മെമ്പേഴ്സ് ആൻഡ് ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രീസ്. അപ്പം മെമ്പേഴ്സിന് പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ എയ്ഡും ഒക്കെ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, അത് നമ്മൾ പറഞ്ഞ എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യുന്നൊരു കാര്യമാണ് ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റ് അഥവാ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളും മ്യൂച്വലി അവിടെ സംഭവിക്കുന്നു. മെമ്പേഴ്സിന് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്, ഒപ്പം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിലൂടെ എക്കണോമിക് ഗ്രോത്തും സാധ്യമാവുന്നു. അടുത്തത്, ഇറ്റ് എലിമിനേറ്റ്സ് കോമ്പറ്റീഷൻ ആസ് ദി മെമ്പേഴ്സ് ഡു നോട്ട് കോമ്പീറ്റ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. അപ്പോൾ മറ്റൊരു അഡ്വാൻറ്റേജ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മെമ്പേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല, പരസ്പരം എല്ലാവരും ഈക്വൽ മെമ്പേഴ്സാണല്ലേ. സോ ദർ ഇസ് നോ കോമ്പറ്റീഷൻ. അപ്പോൾ മെമ്പേഴ്സ് ഒരിക്കലും പരസ്പരം കോമ്പീറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ സൊസൈറ്റീസിൽ സാധാരണഗതിയിൽ കോമ്പറ്റീഷൻ ഉണ്ടാവാറില്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അടുത്തത്, ഇറ്റ് പ്രൊവൈഡ്സ് ആൻഡ് എൻഷ്യൂർസ് ദി സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് പ്രോഡക്ട്സ്. മാത്രമല്ല നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് അഥവാ നല്ല സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസാണ് അല്ലെങ്കിൽ വർക്കേഴ്സാണ്, ലേബേഴ്സാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ഏറ്റവും സ്റ്റാൻഡർഡൈസ്ഡ് ഫോമിൽ എല്ലാം തന്നെ ഒരേ തരത്തിൽ സ്റ്റാൻഡർഡൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും അതിൻ്റെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ എൻഷുർ ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ഇറ്റ് സോൾവ്സ് ദി പ്രോബ്ലംസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഈ പറയുന്ന സൊസൈറ്റീസ് നിലനിൽക്കുന്ന ആ ഒരു ഏരിയയിൽ, ആ ഒരു റീജിയനിലെങ്കിലും ഒരു പരിധിവരെ അൺഎംപ്ലോയ്മെൻറ്റ് പോലെയുള്ള ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇറ്റ് ഇൻക്രീസ് ദി ഇൻകം ഓഫ് മെമ്പേഴ്സ് ഓൺ അക്കൗണ്ട് ഓഫ് പാട്രണേജ് റീഫണ്ട്സ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞു സൊസൈറ്റീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, അവർ അവരുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടുന്ന എക്സ്പെൻസസ് എന്താണോ അത് മീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി ക്യാഷ് ഉണ്ടെങ്കിൽ ബാക്കി ഫണ്ട് എന്താ ചെയ്യുന്നത്, മെമ്പേഴ്സിന് തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ മെമ്പേഴ്സിൻ്റെ ഇൻകം നമുക്ക് ഈ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അവിടെ ഈ റീഫണ്ട് തിരിച്ചു വീണ്ടും അവർക്ക് രണ്ട് രീതിയിൽ, മാനുഫാക്ചറിങ് കൺസേൺ ആയിട്ട് സൊസൈറ്റി നിൽക്കുകയാണെങ്കിലും അതല്ല ഇവർ ലേബേഴ്സായിട്ട് നിൽക്കുകയാണെങ്കിലും രണ്ട് രീതിയിലാണെങ്കിലും തിരിച്ച് അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, റീഫണ്ട് കിട്ടുന്നുണ്ട്. അഡീഷൻ സർപ്ലസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ ബെനിഫിറ്റ് മെമ്പേഴ്സിന് തന്നെ തിരിച്ചു കിട്ടുന്നു എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടി ഇവിടെയുണ്ട്. നെക്സ്റ്റ്, സോഴ്സസ് ഓഫ് ഫിനാൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഫിനാൻഷ്യൽ സോഴ്സുകളെ കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ സോഴ്സസ്? ഫസ്റ്റ്ലി അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുന്നത് ഗവൺമെൻറ്റിൽ നിന്നാണ്. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഏതെല്ലാം രീതിയിലാണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുന്നത് നോക്കാം. ലോൺ ഫോർ ദി പർച്ചേസ് ഓഫ് ഷെയർസ് ബൈ ദി മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി മെമ്പേഴ്സിന് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഷെയർ വാങ്ങിക്കാൻ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പാർട്ടിസിപ്പേഷൻ ഇൻ ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് പ്രൈമറി സൊസൈറ്റീസിൻ്റെ ഷെയർ ക്യാപിറ്റലിൽ ഗവൺമെൻറ് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഡയറക്റ്റ് ഷെയർസ് പർച്ചേസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹയർ പർച്ചേസ് സ്കീമുകൾ, എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ മെഷീനറീസ് ഒക്കെ പർച്ചേസ് ചെയ്യേണ്ടുന്ന സിറ്റുവേഷനിൽ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഹയർ പർച്ചേസ് സ്കീംസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ ലോൺസ് ആൻഡ് ഗ്രാൻറ്റ്സ് ഫോർ എക്യുപ്മെൻറ്റ്സ്, ഇത് വാങ്ങിക്കാനുള്ള ലോൺസും ഗ്രാൻറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗോഡൗണൊക്കെ ബിൽഡ് ചെയ്യേണ്ടുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മാനേജ്മെൻറ്റ് ഗ്രാൻറ്റ്സ്, പ്രൊഡക്ഷൻ സബ്സിഡി, ഇങ്ങനെ പല രീതിയിൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഏതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തെന്ന് നോക്കാം. അപ്പെക്സ് ആൻഡ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്, പ്രധാനമായിട്ടും അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് ബാങ്കുകൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്, റിസർവ് ബാങ്ക് കൊടുക്കുന്നുണ്ട്, സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ SFC കൊടുക്കുന്നുണ്ട്, LIC കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ കൊമേഴ്ഷ്യൽ ബാങ്കുകളും ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അതുപോലെ ലോങ് ടേം ആൻഡ് മീഡിയം ടേം ഫിനാൻസ് ഇവർക്ക് പ്രധാനമായിട്ടും അവൈലബിൾ ആകുന്നത് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് വഴിയും സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ വഴിയും നാഷണൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ വഴിയും അതുപോലെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ വഴിയൊക്കെയാണ് ലോങ് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ് കിട്ടുന്നത്. അതേപോലെ ഷോർട്ട് ടേം ഫിനാൻസ് ഇസ് മെയ്ഡ് അവൈലബിൾ ബൈ സ്റ്റേറ്റ് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഗവൺമെൻറ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതുകൂടാതെ പല കൊമേഴ്ഷ്യൽ ബാങ്കുകളും കോപ്പറേറ്റീവ് ബാങ്കുകളും ഒക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഷെയർ ക്യാപിറ്റൽ അപ്പെക്സ് ബാങ്കുകളുടെയും അതുപോലെ തന്നെ ഫെഡറൽ സൊസൈറ്റീസിൻ്റെയൊക്കെ ഷെയർ ക്യാപിറ്റലിൽ ഒക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻസ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള മെഷീനറീസൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ നബാർഡും SBI ഒക്കെ ഫിനാൻഷ്യൽ അക്കോമഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ.